ശിവരാത്രി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ആലുവ മണപ്പുറം 7 ലക്ഷത്തോളം ആളുകൾ പിതൃതർപ്പണത്തിനായി ഇന്ന് മണപ്പുറത്തെത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ 116 ബലിത്തറകളും 31 വ്യാപാര സ്റ്റാളുകളും മണപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. ആലുവ മഹാദേവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങളെത്തുന്ന മഹാശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങി. ബുധനാഴ്ച വൈകിട്ട് ആരംഭിക്കുന്ന ഭക്തജനപ്രവാഹം കുംഭത്തിലെ അമാവാസിയായ വ്യാഴാഴ്ചയും തുടരും. രാത്രി നടക്കുന്നത് ശിവരാത്രി ബലിയും വ്യാഴാഴ്ച രാവിലെ 8:30 മുതൽ നടക്കുന്നത് കുംഭത്തിലെ വാവുബലിയുമാണ്. ബലികർമ്മങ്ങൾ സുരക്ഷിതമാക്കാൻ കടവുകളിൽ ബാരിക്കേഡുകളും പോലീസിനായി 4 വാച്ച് ടവറുകളും ഒരുക്കി. പെരിയാറിനോട് ചേർന്നുള്ള തീരങ്ങളിൽ വെളിച്ചത്തിനായി 350ഓളം ലൈറ്റുകളാണ് തീരത്തോട് ചേർന്ന് ഇട്ടിരിക്കുന്നത്. 2 ജനറേറ്ററുകളുടെ സഹായത്തോടെ ലൈറ്റുകൾ പ്രകാശിപ്പിക്കും. ബുധനാഴ്ച രാത്രി 10 മണിയോടെ ഔദ്യോഗികമായി ബലിതർപ്പണം ആരംഭിക്കും. ഇത് വ്യാഴാഴ്ച പുലർച്ചെയും തുടരും. ബലിതർപ്പണത്തിനായിട്ട് നമുക്ക് 84 ബലിത്തറകൾ ഉണ്ടായിരിക്കും. ഭക്തർക്കായിട്ടുള്ള നമുക്ക് ഭക്ഷണം നാളെ അന്നദാനം ഉണ്ടായിരിക്കും. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ബാരിക്കേഡ് സംവിധാനം എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുള്ളതാണ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ സഹകരണം ശിവരാത്രിക്കുണ്ട്. കൊച്ചി മെട്രോയും ദക്ഷിണ റെയിൽവേയും KSRTCയും രാത്രി സ്പെഷ്യൽ സർവീസ് നടത്തും. ബുധനാഴ്ച തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള മെട്രോ സർവീസ് രാത്രി 11:30 വരെ ഉണ്ടാകും. 27-ന് വ്യാഴാഴ്ച ആലുവയിൽ നിന്നുള്ള സർവീസ് വെളുപ്പിന് 4:30 ആരംഭിക്കും. റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 1500 പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് വിന്യസിക്കും. ഇതിൽ 12 DYSPമാരും 30 SHOമാരും ഉണ്ടാകും. എല്ലാ എക്സ് ജയിൽ റിലീസായിട്ടുള്ള ആൾക്കാർക്ക് ചെക്കിംഗ് കർശനമായ രീതിയിൽ നടത്തുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ എല്ലാ ആൻറ്റി സോഷ്യൽ ചെക്കിംഗ് പിന്നെ കുറേ പ്രിവെൻറ്റീവ് അറസ്റ്റ് ഇനി മുതൽ ഉണ്ടാവും. പുഴയ്ക്കക്കരയുള്ള ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടത്താൻ സൗകര്യമുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക കടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.